യഥാർത്ഥത്തിൽ വഹാബിസം എന്ന പേരിൽ നാം ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന വിഭാഗം, അവര് അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് ഇതാ ഈ രണ്ടാമത്തെ രൂപത്തിലാണ്. അതേക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയാം. എന്തുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹിനെ സംബന്ധിച്ച് ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ തന്നല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഗുണങ്ങൾ പറഞ്ഞ് ഇതാ ഇങ്ങനെയാണ് നിങ്ങൾ അള്ളാഹിനെ വിശ്വസിക്കേണ്ടത്. അള്ളാഹിനെ സംബന്ധിച്ച് എന്താണ് വിശ്വസിക്കേണ്ടത്? അല്ലാഹു അഹദ്, അവൻ ഏകനാണ്. അല്ലാഹു സ്വമദ്, അവൻ സ്വയം പര്യാപ്തതയുള്ള ശക്തിയാണ്. ലം യലിദ് വലം യൂലദ്, അവൻ പിതാവല്ല, അവൻ പുത്രനല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഒരു രൂപത്തിലും ഒരർത്ഥത്തിലും അവൻ സൃഷ്ടികളോട് സമാനനല്ല, അല്ലെങ്കിൽ അവനോട് സമാനമായ മറ്റൊരു ശക്തിയോ വ്യക്തിയോ ലോകത്തില്ല. ഇതായിരിക്കണം അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് ആ വിശ്വാസമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിൽ ഒരു മുസ്ലിമായ വ്യക്തിക്ക് എത്തിച്ചേരാനുള്ള വഴി എന്താണ്? ഇതാണ് അള്ളാഹിനെ സംബന്ധിച്ചുള്ള വിശ്വാസം. ഈ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നാം ശരിയായ മാർഗത്തിൽ അള്ളാഹുവിനെ വിശ്വസിച്ചവനാവുക. എന്നാൽ അത്തരമൊരു വിശ്വാസത്തിൽ എത്തിച്ചേരാൻ എന്താണ് മാർഗം? സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹു നമ്മുടെ വീട്ടിലേക്കെങ്ങാനും ഇറക്കി തന്നതാണോ? അല്ലല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് എന്ന് പറയുന്ന ഖുർആൻ വാക്യങ്ങൾ അള്ളാഹു നമ്മുടെ വീട്ടിലേക്കെങ്ങാനും ഇറക്കി തന്നതാണോ? അല്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം എന്ന് തുടങ്ങുന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വാക്യങ്ങൾ അള്ളാഹു നമ്മുടെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് ഇറക്കി തന്നതാണോ? അല്ലല്ലോ. എങ്കിൽ പിന്നെ ഈ വിശ്വാസത്തിലേക്ക്, ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഈ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്താണ്? അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കൃത്യമായ റൂട്ട് ഖുർആൻ വരച്ചു തന്നിട്ടുണ്ട്. അതെന്താ? ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ നാം അംഗീകരിക്കണം. സ്വഹാബത്തിനെ അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ യഥാവിധി മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ, മുതഅല്ലിമീങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സാധാരണക്കാർ ഭൂരിപക്ഷവും ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ ഞാൻ ചർച്ചക്കിടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ തെറ്റാതെ വളരെ സജീവമായി ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ഈ പ്രഭാഷണം നിങ്ങൾക്ക് ഫലപ്പെടുകയുള്ളൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതേസമയം നാം ശ്രദ്ധിച്ച് കേൾക്കുന്ന പക്ഷം മനസ്സിലാകാത്ത ഒരു കാര്യവും ഞാൻ പറയുന്നില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് ഏത് രൂപത്തിൽ വിശ്വസിക്കണമെന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞു. പക്ഷെ ആ വിശ്വാസത്തിലേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ ഒന്നാമതായി നാം സ്വഹാബത്തിനെ അംഗീകരിക്കണം. സത്യസന്ധമായ ഒരു മാർഗത്തിന്റെ, ചൊവ്വായ മാർഗത്തിന്റെ മാനദണ്ഡമായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് സ്വഹാബത്തിനെയാണ്. എന്റെ സമുദായം 73 വിഭാഗമായി ഛിന്ന ഭിന്നമാകുമ്പോൾ 72 നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അതിൽ ഒന്ന് മാത്രമാണ് സ്വർഗത്തിന്റെ ആളുകൾ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ ആരാണ് നബിയെ ആ സ്വർഗത്തിൽ പോകുന്ന വിഭാഗം എന്ന് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ആ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് മാ അന അലൈഹി വസ്ഹാബി, മാ അന അലൈഹി, ഞാൻ ഏതൊരു മാർഗത്തിൽ ജീവിച്ചുവോ ആ മാർഗം അനുധാവനം ചെയ്യുന്നവർ, വസ്ഹാബി, എന്റെ സ്വഹാബത്ത് ഏതൊരു മാർഗം സ്വീകരിച്ചുവോ ആ സ്വഹാബത്തിനെ അനുധാവനം ചെയ്ത് അവരെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും സ്വർഗത്തിലെത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ വിശദീകരിക്കുന്നു. അപ്പോൾ സത്യസന്ധമായ മാർഗത്തെ, വിശ്വാസത്തെ, സരണിയെ കണ്ടെത്തുന്നതിന് മാനദണ്ഡമായി അള്ളാഹുവിന്റെ റസൂല് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ സ്വഹാബത്തിനെയാണ്. ആ സ്വഹാബത്താണെങ്കിലോ അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്ത വിഭാഗമാണ്. സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ
വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ. ആ സ്വഹാബത്തിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അള്ളാഹ് ഇഷ്ടപ്പെട്ടവരുടെ മാർഗത്തിലാണോ നിങ്ങൾ എങ്കിൽ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. അവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ ഫലമായി അവര് സ്വർഗത്തിലെത്തിയെങ്കിൽ അവരുടെ മാർഗത്തെ അനുധാവനം ചെയ്യുന്ന നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ ഫലമായി നിങ്ങളും സ്വർഗത്തിലെത്തും. അപ്പോൾ സ്വർഗത്തിലെത്താനും അള്ളാഹുവാൽ അംഗീകരിക്കപ്പെടാനുമുള്ള ഏറ്റവും ഋജുവായ മാർഗം സ്വഹാബത്തിനെ അംഗീകരിക്കുക, സ്വഹാബത്തിനെ അനുധാവനം ചെയ്യുക എന്നതാണ്. സ്വഹാബത്തിനെ നാം അംഗീകരിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സർവ്വസാധാരണമായി നേരിട്ട് സംസാരിക്കാറില്ല. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് സംസാരിക്കുന്നത്. ആ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന റസൂലുള്ളയാണ്. ആ റസൂലുള്ളയിൽ നിന്ന് ആ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നത് സ്വഹാബത്താണ്. ആ സ്വഹാബത്തിലൂടെ റസൂലുള്ളയിലേക്കും, റസൂലുള്ളയിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിലേക്കും, ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അള്ളാഹുവിലേക്കും. ഇങ്ങനെയാണ് അതിന്റെ റൂട്ട്. പക്ഷേ അറേബ്യയിൽ ഉണ്ടായിരുന്ന കപടവിശ്വാസികൾ, മുനാഫിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ, അവര് സഹോദരങ്ങളെ ഈ മാർഗത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അവരുടെ ദൈവസങ്കല്പത്തെ രൂപപ്പെടുത്തിയത്. അറേബ്യൻ കപടവിശ്വാസികൾ അവരുടെ ദൈവസങ്കല്പത്തെ അവർ രൂപപ്പെടുത്തിയത് ഈ മാർഗത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സ്വഹാബത്തിനെയും പിന്നീട് റസൂലിനെയും മനസ്സിലാക്കണമെന്ന് നാം പറഞ്ഞല്ലോ. എന്നാൽ മക്കയിലെ കപടവിശ്വാസികൾ ആദ്യമായി സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞു. ഞാൻ നേരത്തെ ഓതിക്കേൾപ്പിച്ച പരിശുദ്ധ ഖുർആൻ വാക്യത്തിൽ നോക്കൂ നിങ്ങൾ, അള്ളാഹു പറയുന്നത് വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ പറയും ആമന്നാ ബില്ലാഹി, ഞങ്ങള് അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. വബിൽ യൗമിൽ ആഖിരി, അന്ത്യനാൾ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. പക്ഷേ വമാ ഹും ബിമുഅ്മിനീൻ, അവരൊരിക്കലും വിശ്വാസികളല്ല, അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞ് അവസാനം അള്ളാഹു പറയുന്നു യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. അവർ അള്ളാഹുവിനെ വഞ്ചിക്കുവാനും സത്യവിശ്വാസികളെ വഞ്ചിക്കുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവര് സ്വയം വഞ്ചിതരാവുകയാണ്, അവരത് തിരിച്ചറിയുന്നില്ല. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദൻ വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ എന്ന് പറഞ്ഞിട്ട് തുടർന്ന് ഖുർആൻ പറയുന്നു വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇതാ ഞങ്ങള് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ റസൂലിൽ വിശ്വസിക്കുന്നുണ്ട് എന്നിങ്ങനെ ബാഹ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ. ആ ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ ലാ തുഫ്സിദൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കല്ല, കുഴപ്പമുണ്ടാക്കല്ല എന്നവരോട് പറയപ്പെട്ടാൽ ഖാലു, അവർ പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകന്മാരാണ്, ഞങ്ങൾ നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്നവരോ ഫസാദ് ഉണ്ടാക്കുന്നവരോ ശൈഥില്യം സൃഷ്ടിക്കുന്നവരോ അല്ല, ഇന്നാ മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹിന്റെ ആളുകളാണ്, ഞങ്ങൾ മസ്ലഹത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ ഗുണകാംക്ഷികളാണ് എന്നവര് പറയും. പക്ഷേ പരിശുദ്ധ ഖുർആൻ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നു അലാ, അറിഞ്ഞുകൊള്ളണം, ഇന്നഹും, ഈ പറയുന്ന കപടവിശ്വാസികളുണ്ടല്ലോ, അവർ ഹുമുൽ മുഫ്സിദൂൻ,
അവര് ഫിത്നയുണ്ടാക്കുന്നവരാണ്, അവര് കുഴപ്പം സൃഷ്ടിക്കുന്നവരാണ്, അവര് ശൈഥില്യം ഉണ്ടാക്കുന്നവരാണ്, അവര് ചിത്രീകരണം ഉണ്ടാക്കുന്നവരാണ്, അവര് ചിത്തത ഉണ്ടാക്കുന്നവരാണ്. അവരൊരിക്കലും മസ്ലഹത്തിന്റെ ആളുകളല്ല. വലാകിൻ ലാ യശ്ഉറൂൻ, പക്ഷേ അത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഖുർആൻ അവരുടെ അവകാശവാദത്തെ ഖണ്ഡിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നു. ഈ ഭാഗത്തിന്റെ അവസാന വാക്യം സഹോദരങ്ങളെ വളരെ ശ്രദ്ധേയമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ് ഖാലൂ അനുഉമിനു കമാ ആമനസ്സുഫഹാ. അറേബ്യൻ കപടവിശ്വാസികൾ അവരോട് പറയപ്പെട്ടാൽ ആമിനു, നിങ്ങൾ വിശ്വസിക്കണം, കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണമെന്നവരോട് ആവശ്യപ്പെട്ടാൽ ഖാലു, അവര് ചോദിക്കും, അനുഉമിനു, ഞങ്ങൾ വിശ്വസിക്കുകയോ, കമാ ആമന സുഫഹാഉ, ആ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ. ആരാ വിഡ്ഢികൾ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവർ ഉൾക്കൊള്ളുന്ന സ്വഹാബത്ത്. ആ സ്വഹാബത്തിനെ കുറിച്ചാണ് റളിയല്ലാഹു അൻഹും എന്ന് പടച്ച റബ്ബ് പറഞ്ഞത് എന്ന കാര്യം സഹോദരങ്ങളെ മറക്കാൻ പാടില്ല. അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. ഫബിഅയ്യിഹിം, അവരിൽ നിന്ന് ആരോട്, ഇഖ്തദൈതും, നിങ്ങൾ പിന്തുടർന്നാലും, ഇഹ്തദൈതും, നിങ്ങൾ സന്മാർഗലബ്ധരാണ് എന്ന് റസൂലുള്ള പറഞ്ഞത് ഈ സ്വഹാബത്തിനെ കുറിച്ചാണ്. പക്ഷേ ആ സ്വഹാബത്തിനെ കുറിച്ച് അറേബ്യൻ കപടവിശ്വാസികൾ പറയുന്നത് അവർ വിഡ്ഢികളാണ്, അവര് വിവരമില്ലാത്തവരാണ്. ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്ന് ചോദിച്ചുകൊണ്ട് അവരാ വിശ്വാസത്തെ തള്ളിപ്പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അറേബ്യൻ കപടവിശ്വാസികൾക്ക് എവിടെയാണ് പിഴച്ചത്? എവിടെ പിഴച്ചു? ഇതാ ഒന്നാം പോയിന്റ്, സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞു. സ്വഹാബത്തിനെ തള്ളി, അവരെ വിഡ്ഢികളാക്കി, അവരെ വിവരമില്ലാത്തവരാക്കി. സ്വാഭാവികമായും സുഹൃത്തുക്കളെ, സ്വഹാബത്തിനെ തള്ളിപ്പറയുന്നതോടെ ഒരു വ്യക്തിക്കും അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് മനസ്സിലാക്കി തരേണ്ടത് സ്വഹാബത്താണ്. സ്വഹാബത്ത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്, ഒരു കൊച്ചു ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്റെ വീട്ടിലേക്ക് വന്നു. വീടെന്ന് പറയുന്നത് ഉമ്മു സുലൈമിന്റെ വീടാണ്. ഉമ്മു സുലൈമിന്റെ മകനാണ് അനസ്. ഉമ്മു സുലൈം ആണെങ്കിലോ സ്വഹാബി വനിതയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയുമാണ്. സാധാരണ വീട്ടിൽ വരാറുണ്ട്. ഒരു ദിവസം വന്നപ്പോൾ എന്റെ ഉമ്മ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിടക്കാൻ വേണ്ടി ഒരു വിരിപ്പ് വിരിച്ചു കൊടുത്തു. ആ വിരിപ്പിൽ കിടന്ന് റസൂലുള്ള ഉറങ്ങിയപ്പോൾ ഫജാഅത്ത് ഉമ്മി ബിഖാറൂറത്തിൻ, എന്റെ ഉമ്മ ഒരു കുപ്പിയും കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപം വന്നു. ഫതസല്ലത്തുൽ അർഖ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ പൊടിഞ്ഞു പൊന്തിയ, ഉറങ്ങിക്കിടക്കുന്ന പുണ്യ പൂമേനിയിൽ പൊടിഞ്ഞു പൊന്തിയ വിയർപ്പിന്റെ തുള്ളികൾ, വിയർപ്പിന്റെ കണങ്ങൾ അതിങ്ങനെ വടിച്ച് വടിച്ച് കുപ്പിയിലേക്ക് ശേഖരിക്കാൻ തുടങ്ങി. ഫസ്തൈഖളൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഉണർന്നിട്ട് ഉമ്മു സുലൈമിനോട് ചോദിച്ചു, മാ തസ്നഈന യാ ഉമ്മു സുലൈം, എന്താ ഉമ്മു സുലൈമെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഉമ്മു സുലൈമിന്റെ മറുപടി, നബിയെ, ഞാൻ ഈ കുപ്പിയിലേക്ക് ശേഖരിക്കുന്നത് അങ്ങയുടെ വിയർപ്പാണ്. ഈ വിയർപ്പ് ഞാൻ ശേഖരിക്കുവാനും സൂക്ഷിക്കുവാനും രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഞങ്ങൾ കടയിൽ നിന്ന് പണം കൊടുത്തു വാങ്ങുന്ന സുഗന്ധദ്രവ്യങ്ങളിൽ അങ്ങയുടെ വിയർപ്പ് കൂട്ടിക്കൊടുക്കാറുണ്ട് നബിയെ. അങ്ങയുടെ വിയർപ്പ് കൂട്ടിക്കൊടുക്കുന്ന അത്തറ് മിൻ അത്വയബി ത്വയ്ബിന, ഞങ്ങളുടെ സുഗന്ധങ്ങളിൽ വെച്ച് ഏറ്റവും മാറ്റുകൂടിയ സുഗന്ധമാണ്. അങ്ങയുടെ വിയർപ്പിന് സുഗന്ധത്തെക്കാൾ സുഗന്ധമുണ്ട് നബിയെ. രണ്ടാമതായി, ഞാൻ ഈ വിയർപ്പ് ശേഖരിക്കാൻ മറ്റൊരു കാര്യമുണ്ട്. വീട്ടിൽ ആർക്കെങ്കിലും രോഗം വരുമ്പോ
എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോ ബറക്കത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ വിയർപ്പ് പുരട്ടിക്കൊടുക്കാറുണ്ട്, അങ്ങയുടെ വിയർപ്പിന് ഔഷധ വീര്യമുണ്ട് നബിയെ എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി വനിതയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുമ്പോ എന്തായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി? ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിന്റെ 6-ാമത്തെ വാള്യത്തിൽ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അസബത്തി യാ ഉമ്മ സുലൈം, അസബത്തി ഉമ്മു സുലൈമേ, നിങ്ങൾ പറഞ്ഞത് സ്വവാബാണ്, ശരിയാണ്. എന്റെ വിയർപ്പിന് സുഗന്ധത്തേക്കാൾ സുഗന്ധമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അത് ശരിയാണ്. എന്റെ വിയർപ്പിന് ഔഷധ വീര്യമുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് സ്വവാബാണ്, ശരിയാണ് എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയുന്നു. സഹോദരങ്ങളെ, എന്തിനാണ് ഞാൻ ഈ ഹദീസ് ഉദ്ധരിച്ചത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അവരെ സംബന്ധിച്ച് പറയുമ്പോ രണ്ട് കാര്യം മറക്കാൻ പാടില്ല. ഒന്ന്, അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് റളിയല്ലാഹു അൻഹും എന്നാണ്, അവരെ പടച്ചവൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. രണ്ടാമത് റസൂലുള്ളാഹി അവരെ സംബന്ധിച്ച് പറയുന്നത് അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്നാണ്. അങ്ങനെ അല്ലാഹുവും റസൂലും ഒന്നിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത മഹാന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ വിയർപ്പ് ശേഖരിച്ചു വെക്കുകയും അത് സൂക്ഷിക്കുകയും അതിന് സുഗന്ധമുണ്ടെന്ന് വിശ്വസിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ അസാധാരണമായ വ്യക്തിവിശേഷത്തെ സ്വഹാബത്ത് അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ഈ ഹദീസിൽ നാം കാണുന്നത്. അങ്ങനെ അവർ അംഗീകരിക്കുമ്പോ അത് അന്ധവിശ്വാസമാണ്, അനാചാരമാണ് എന്ന് പറഞ്ഞ് റസൂലുള്ള തള്ളിക്കളയുന്നില്ല. പിന്നെയോ അള്ളാഹുവിന്റെ റസൂൽ ആ വിശ്വാസം ശരിയാണ്, അസബത്തി, എന്നെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വിശ്വസിക്കുന്നത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിന്റെ വിശ്വാസത്തിന് അംഗീകാരം കൊടുക്കുന്ന ചിത്രമാണ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിലൂടെ നാം കാണുന്നത്. ഈ വിശ്വാസത്തിലേക്ക്, ഈ വിശ്വാസം ഇന്നും നമ്മൾ വെച്ച് പുലർത്തുന്നു. തീർച്ചയായും നാം അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് നാം കൂടുതൽ പറയുന്ന മാസമാണല്ലോ, അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ ബറക്കത്തിന് വേണ്ടി. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അസ്മാ ബീവി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് റസൂലുള്ള ധരിച്ചിരുന്ന ഒരു ജുബ്ബ, ഒരു ഷർട്ട്, അത് ആയിഷ ബീവിയുടെ കയ്യിലുണ്ടായിരുന്നു. ആയിഷ ബീവിയുടെ കയ്യിൽ നിന്ന് ആ ഷർട്ട് എനിക്ക് കിട്ടി. ഞാൻ എന്റെ വീട്ടിൽ ആ ഷർട്ട് സൂക്ഷിക്കുകയാണ്. അത് പറഞ്ഞിട്ട് അസ്മാ ബീവി പറയുന്നു, പല സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരായ മുസ്ലിമീങ്ങൾ എന്റെ വീട്ടിൽ പാത്രവും കുപ്പിയും ടിന്നുമായി അവർ വരും. ആരാണത്? രോഗമുള്ള സ്വഹാബിമാർ, എന്തെങ്കിലും രോഗം പിടിപെട്ട സ്വഹാബിമാർ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ കുടിലിന് മുമ്പിലെത്തുന്നു. അസ്മാ ബീവി എന്ത് ചെയ്യും? അവർ തന്നെ വിശദീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ധരിച്ച ഷർട്ടുണ്ടല്ലോ, ആ ഷർട്ട് ഒരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളം വെച്ച് ആ ഷർട്ട് അതിലൊന്ന് മുക്കും. മുക്കി പിഴിഞ്ഞ് ഉണക്കി ഷർട്ട് വീണ്ടും സൂക്ഷിക്കും. ഈ ഷർട്ട് മുക്കിയ വെള്ളം അവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ സ്വഹാബിമാർക്കും അവർ കൊണ്ടുവന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കും. അതെന്തിനാ? രോഗശമനത്തിന് പുരട്ടിക്കൊടുക്കാൻ. അള്ളാന്റെ റസൂല് ധരിച്ച ഷർട്ട് മുക്കിയ വെള്ളം രോഗശമനത്തിനും അതുപോലെ ബറക്കത്തുദ്ദേശിച്ചും സ്വഹാബത്ത് ഉപയോഗപ്പെടുത്തുകയും അവരത് കുപ്പിയിലും ടിന്നിലുമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്ന് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. നമുക്കിതിലൊന്നും യാതൊരു എന്തെങ്കിലും ഒരു അതിശയോക്തിയോ മറ്റോ ഉള്ളതായി സംശയിക്കുക പോലും ഒരു മുസ്ലിം ചെയ്യുന്നില്ല. നാം ഇന്നും അത് വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ സ്വഹാബത്ത് കൂടി നിന്ന് ആ വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി ആ സ്വഹാബത്ത് കൂടി നിന്നതിന്റെ ആ നേർസാക്ഷ്യം സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ 1 നമ്മുടെ മർക്കസു സഖാഫത്തെ സുന്നിയുടെ മുമ്പിൽ പോയി നോക്കിയാൽ കാണാം. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലുണ്ടായിരുന്ന ജുബ്ബ, റസൂലുള്ളാഹിന്റെ ഷർട്ട് മുക്കിയ വെള്ളം, ആ വെള്ളത്തിന് വേണ്ടി സ്വഹാബത്ത് എപ്രകാരം വരുന്നുവോ, അവര് കുപ്പിയും ടിന്നുമായി ആ വെള്ളം എപ്രകാരം ശേഖരിച്ചുവോ, അതുപോലെ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ മഹത്തായ തൗഫീഖിന്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിനാര്,
ആ വിശുദ്ധമായ മുടിനാര് മുക്കിയ വെള്ളം അത് റബീഉൽ അവ്വൽ 1 മാത്രം മർക്കസിൽ നിന്ന് പുറത്തെടുക്കും. മർക്കസിൽ നിന്ന് പുറത്തെടുത്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കും. വലിയ ചെമ്പ് നിറയെ വെള്ളം വെച്ച് ആ വെള്ളത്തിൽ ഈ മുടിനാറൊന്ന് മുക്കിയെടുത്ത് ആ വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി അന്ന് അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഷർട്ട് മുക്കിയ വെള്ളം കിട്ടാൻ വേണ്ടി സ്വഹാബത്ത് വരി നിന്നതുപോലെ, സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടിയതുപോലെ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ അന്ന് മർക്കസിന്റെ മുമ്പിൽ വന്ന് റസൂലുള്ളാഹിന്റെ ഈ മുടിനാര് മുക്കിയ വെള്ളം കിട്ടാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്ന ചിത്രം റബീഉൽ അവ്വൽ 1 സുബഹി മുതൽക്ക് മർക്കസിൽ നമുക്ക് കാണാം. അതിന്റെ അർത്ഥം എന്താ? സ്വഹാബത്ത് ആ വിശ്വസിച്ച വിശ്വാസം നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സ്വഹാബത്ത് മനസ്സിലാക്കിയത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ തള്ളിക്കളഞ്ഞ അറേബ്യൻ മുശ്രിക്കുകൾക്ക്, അറേബ്യൻ കപടവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശ്വസിച്ചത്, ഇയാളെന്താ മാർക്കറ്റിൽ പോകുന്നുണ്ടല്ലോ, അങ്ങാടിയിൽ പോകുന്നുണ്ടല്ലോ, ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടല്ലോ, ഇയാളെങ്ങനെ പ്രവാചകനാകും എന്ന വിചിത്രമായ ചോദ്യമാണ് അറേബ്യൻ മുശ്രിക്കുകൾ ചോദിച്ചത്. വഖാലു മാലി ഹാദർ റസൂലി, എന്താണ് ഈ റസൂലിന്, യഅ്കുലു തുആമ, ഭക്ഷണം കഴിക്കുന്നു, വയംശീ ഫിൽ അസ്വാഖി, അങ്ങാടികളിലൂടെ നടക്കുന്നു. അങ്ങാടികളിലൂടെ നടക്കുന്ന ആള് നബിയാവോ? ഭക്ഷണം കഴിക്കുന്ന ആള് നബിയാവോ? ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്ന ആള് നബിയാവോ? കല്യാണം കഴിക്കുന്ന ആള് നബിയാകോ? ഇങ്ങനെയൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. സൂറത്തുൽ ഫുർഖാനിന്റെ 7ാമത്തെ വാക്യത്തിൽ സഹോദരന്മാരെ ഈ വാക്യം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവിടെ വരികൾക്കിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? അള്ളാഹുവിന്റെ റസൂല് ആകുന്ന വ്യക്തി ഒരു സാധാരണ മനുഷ്യനാകാൻ പറ്റില്ല എന്ന കാര്യം മുശ്രിക്കുകൾ മനസ്സിലാക്കിയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന ഒരു വ്യക്തി ഒരു സാധാരണക്കാരനാകാൻ പറ്റില്ല എന്നവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇയാളെന്താ അങ്ങാടി പോണത്, ഇയാളെന്താ മാർക്കറ്റിൽ പോകുന്നത്, ഇയാളെന്താ ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ അവർ ചോദിക്കാൻ കാരണം. പക്ഷെ അവര് മനസ്സിലാക്കാതെ പോയ കാര്യം അള്ളാഹുവിന്റെ റസൂലിന്റെ അസാധാരണത്വം മനസ്സിലാക്കുന്നതിലും കണ്ടെത്തുന്നതിലും അവർ പരാജയപ്പെട്ടു. അതാണ് ഉണ്ടായത്. മുശ്രിക്കുകൾ മനസ്സിലാക്കിയിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന വ്യക്തിക്ക് ഒരുപാട് അസാധാരണത്വങ്ങൾ ഉണ്ടാകണം. ഏതുവരെ? അയാൾ അങ്ങാടിയിൽ പോലും പോകാൻ പാടില്ല, ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല എന്നൊക്കെയായിരുന്നു അവർ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന് ഒരുപാട് റസൂലുള്ള മനുഷ്യനാകുന്നതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒത്തിരി പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ആ പ്രത്യേകതകളെ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ മക്കയിലെ മുശ്രിക്കുകൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ നമ്മളെ ചില ആളുകളുണ്ട്, അവരെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അവര് മനസ്സിലാക്കുന്നത് അള്ളാന്റെ റസൂൽ ആകണമെങ്കിൽ സാധാരണക്കാരനായ മദീന, അതായത് മക്കയിലെ മുശ്രിക്കുകളുടെ അല്ലെങ്കിൽ അറേബ്യൻ കപടവിശ്വാസികളുടെ നിലവാരത്തിലേക്ക് പോലും ഉയരാൻ കഴിയാത്ത ചില ആളുകൾ മുസ്ലിമീങ്ങളാണെന്നും പറഞ്ഞ് സഹോദരങ്ങളെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഞാൻ പിന്നീട് പറയാം. എവിടെയാണ് അറേബ്യൻ മുശ്രിക്കുകൾക്ക് പിഴച്ചത്? അറേബ്യൻ കപടവിശ്വാസികൾക്ക് പിഴച്ചത് എവിടെയാണ്? അവർ ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ തള്ളി. അനുമിനു കമാ ആമന സുഫഹാ, ഈ വിഡ്ഢികൾക്കതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്ന് പറഞ്ഞ് ഒന്നാമതായി അവര് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ തള്ളി. സ്വഹാബത്തിനെ തള്ളിയതോടെ സ്വഹാബത്ത് പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹിയെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. അവര് റസൂലുള്ളാഹിനെ പറ്റി ഒരു സാധാരണ മനുഷ്യനായി മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം, അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ അറേബ്യൻ കപടവിശ്വാസികൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിലും പരാജയപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു.
അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിലും പരാജയപ്പെട്ടു. അതുകൊണ്ട് അവര് അള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞു, വയജ്അലൂന ലില്ലാഹിൽ ബനാതി സുബ്ഹാനഹു വലഹും മാ യസ്തഹൂൻ. സൂറത്തുൻ നഹ്ലിന്റെ 57-ാമത്തെ വാക്യത്തിൽ അള്ളാഹു അവരെ സംബന്ധിച്ച് പറയുന്നു, വയജ്അലൂന ലില്ലാഹി, അള്ളാഹുവിനെ അവർ ചാർത്തിക്കളഞ്ഞു, അള്ളാഹുവിന് അവർ ചാർത്തിക്കളഞ്ഞു, അള്ളാഹുവിൽ അവർ ആരോപിച്ചു കളഞ്ഞു. അൽ ബനാത്തി, പെൺകുട്ടികളെ ആരോപിച്ചു കളഞ്ഞു. അള്ളാഹു പിതാവാകുന്നു. അൽ മലായികത്തു ബനാത്തുല്ലാ, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാകുന്നു. പെൺകുട്ടികൾ ജനിക്കണമെങ്കിൽ സ്വാഭാവികമായും ഭാര്യ വേണമല്ലോ. അങ്ങനെ അള്ളാഹുവിനെ ഭർത്താവായും മറ്റുള്ളവരെ ഭാര്യമാരായും മലക്കുകളെ പെൺമക്കളായും അങ്ങനെ അള്ളാഹുവിനെ ഒരു കുടുംബനാഥനായി, അള്ളാഹുവിനെ ഒരു നമ്മെപ്പോലെയുള്ള ഒരു സൃഷ്ടിയായി മക്കയിലെ മുശ്രിക്കുകളും മക്കയിലെ കപടവിശ്വാസികളും സങ്കല്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാൻ കാരണമായി തീർന്നത് അവർ അള്ളാഹുവിന്റെ റസൂലിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല എന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാതെ പോയത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ അവര് തള്ളിക്കളഞ്ഞു എന്നതാണ്. സഹോദരങ്ങളെ, ഇവരുടെ ഈ വിശ്വാസം അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ്, അള്ളാഹു പിതാവാണ്, അള്ളാഹു അച്ഛനാണ്, അള്ളാഹുവിന്റെ മക്കളാണ് മലക്കുകൾ എന്ന് പറയുന്ന ഈ വിശ്വാസമുണ്ടല്ലോ, ഈ വിശ്വാസത്തെ സംബന്ധിച്ച് സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു തആല പറഞ്ഞു, മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അവർ അല്ലാഹ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. ഇമാം റാസി ഈ ആയത്തിന് തഫ്സീർ കൊടുത്തു, ഐ മാ ആമനൂ ബില്ലാഹി ഹഖ ഈമാനിഹി. അവർ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചിട്ടില്ല, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവര് മനസ്സിലാക്കിയിട്ടില്ല. എങ്ങനെയാണ് അള്ളാഹിനെ മനസ്സിലാക്കേണ്ടത്? ആദ്യം സ്വഹാബത്തിനെ മനസ്സിലാക്കണം, പിന്നെയോ സ്വഹാബത്തിലൂടെ റസൂലുള്ളാഹിനെ മനസ്സിലാക്കണം, പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കണം. അവരാദ്യം സ്വഹാബത്തിനെ തള്ളിക്കളഞ്ഞു, അത് മുഖേന റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോ സ്വാഭാവികമായും അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. അവരുടെ വിശ്വാസം ശരിയല്ല. മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി എന്ന് പറഞ്ഞ് അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് പോലെ മനസ്സിലാക്കിയില്ലെന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ അറേബ്യൻ കപടവിശ്വാസികളുടെ, അറേബ്യൻ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയും നിരാകരിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, ദൗർഭാഗ്യകരമെന്ന് പറയാം, വഹാബിസവും ഇതേ റൂട്ടിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ വഴിയിൽ അറേബ്യൻ മുശ്രിക്കുകളും അറേബ്യൻ കപടവിശ്വാസികളും ഏതൊരു മാർഗത്തിലാണോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ മാർഗത്തിൽ അറിഞ്ഞോ അറിയാതെയോ സഞ്ചരിക്കുന്നവരാണ് വഹാബിസം. എന്തുകൊണ്ടെന്നാൽ ഇവരാദ്യമായി അറേബ്യൻ കപടവിശ്വാസികൾ ആദ്യം ചെയ്തതെന്താണ്? ഞാൻ പറഞ്ഞിട്ടുള്ള അവതരിപ്പിച്ചിട്ടുള്ള ക്രമം മറക്കാൻ പാടില്ല. മറന്നാൽ വിഷയം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകും സാധാരണക്കാരായ ആളുകൾക്ക്. അറേബ്യൻ കപടവിശ്വാസികൾക്ക് സംഭവിച്ച അബദ്ധം എന്താണ്? അനൂമിനു കമാ ആമന സുഫാഉ, സ്വഹാബത്ത് വിഡ്ഢികൾ, അവരെ തള്ളി അവർ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല. ആദ്യം സ്വഹാബത്ത് തള്ളപ്പെട്ടു. സ്വഹാബത്ത് തള്ളപ്പെട്ടപ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെയും വിശ്വസിക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിച്ചില്ല. എന്നാൽ അറേബ്യൻ കപടവിശ്വാസികൾ ഏതൊരു പോയിന്റിൽ നിന്ന് തുടങ്ങിയോ അതേ പോയിന്റിൽ നിന്ന് വഹാബിസം ആരംഭിക്കുന്നു. അവരാദ്യമായി സ്വഹാബത്തിനെ തള്ളിപ്പറയുന്നു. ജുമാ ഖുത്ബ മദ്ഹബുകളിൽ എന്ന ഈ പുസ്തകം സഹോദരങ്ങളെ കേരളത്തിലെ വഹാബിസം പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ്. MT അബ്ദുറഹ്മാൻ മൗലവി വാഴക്കാട് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ വളരെ വൃദ്ധനായ ഒരു വഹാബി പണ്ഡിതൻ എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്
ജുമാ ഖുത്ബ മദ്ഹബുകളിൽ എന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 84-ാമത്തെ പേജിൽ മുജാഹിദുകൾ പറയുന്നത്, കേരളത്തിലെ മുസ്ലിയാക്കന്മാര് ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് ചെയ്യുന്നതും ദീനിൽ തെളിവല്ല. കേരളത്തിലെ മുസ്ലിയാക്കന്മാരാരാ? അവര് പണ്ടേ കാഫിറുകളും മുശ്രിക്കുകളുമാണ്. അതിരിക്കട്ടെ, അത് മറ്റൊരു കാര്യം. ഈ കേരളത്തിലെ മുസ്ലിയാക്കന്മാര് ചെയ്യുന്നതും പറയുന്നതും ദീനിൽ തെളിവല്ലാത്തത് പോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചെയ്യുന്നതും പറയുന്നതും ദീനിൽ തെളിവല്ല എന്ന് പറഞ്ഞ് സ്വഹാബത്തിനെ തള്ളിക്കളയുന്ന രീതി സഹോദരങ്ങളെ വഹാബിസം സ്വീകരിച്ചു. അൽ ഫർഖു ബൈനൽ ഫിറഖി എന്ന ഗ്രന്ഥത്തിൽ മഹാനായ അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിൽ നിന്ന് ചിന്ന ഭിന്നമായി ഭിന്നിച്ചുപോയ 72 വിഭാഗത്തെയും പരിചയപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തിന്റെ 2-മത്തെയോ 3-മത്തെയോ പേജിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വഴിമാറിപ്പോയ 72 വിഭാഗം പിഴച്ച കക്ഷികളും അവരെല്ലാവരും സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞവരാണ്. അൽ ഫർഖു ബൈനൽ ഫിറഖി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, ലോകത്ത് ഇസ്ലാമിന് സമാന്തരമായി വന്ന സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വഴിമാറിപ്പോയ 72 വിഭാഗവും അവരെല്ലാവരും സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തള്ളിപ്പറഞ്ഞ ഏറ്റവും പുതിയ ഒരു വിഭാഗമാണ് കേരളത്തിൽ വഹാബിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിഭാഗം. കേരളത്തിലെ മുസ്ലിയാക്കന്മാര് പറയുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് പറയുന്നതും ദീനിൽ തെളിവല്ല എന്ന് ജുമാ ഖുത്ബ മദ്ഹബുകളിൽ എന്ന പുസ്തകത്തിന്റെ 84-ാമത്തെ പേജിൽ കേരളത്തിലെ വഹാബികൾ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. സ്വാഭാവികമായും എന്ത് സംഭവിച്ചു? മക്കയിലെ മുശ്രിക്കുകൾക്കും അറേബ്യൻ കപടവിശ്വാസികൾക്കും എന്ത് സംഭവിച്ചോ അത് തന്നെ സംഭവിച്ചു. അവര് സ്വഹാബത്തിനെ തള്ളിയപ്പോ റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നാൽ ഇവരും സ്വഹാബത്തിനെ തള്ളി, ഇവർക്കും റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. വളരെ വൃത്തികെട്ട പരാജയം, ലജ്ജാകരമായ പരാജയം, ദയാർഹമല്ലാത്ത പരാജയം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിൽ വഹാബിസത്തിനും മൗദൂദിസത്തിനും സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് കേരളത്തിലെ വഹാബികളും മുജാഹിദുകളും വിശ്വസിക്കുന്നത്? അവരുടെ വിശ്വാസം എങ്ങനെയാണ് വിലയിരുത്തി നോക്കിയാൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം തന്നെ ഇല്ല എന്നാണ് ബോധ്യപ്പെടുക. ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമില്ല, തൗഹീദില്ല, അല്ലല്ല, റസൂലില്ല എന്നൊക്കെ മനസ്സിലാവും. ആ ഒരൊറ്റ വിലയിരുത്തൽ വായിച്ചാൽ മതി. നോക്കൂ, നിങ്ങൾ കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം ഉസ്മാൻ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ആ മനുഷ്യൻ പ്രവാചകന്മാർ മനുഷ്യര് തന്നെ എന്ന തലവാചകത്തിൽ ശബാബ് വാരിക 1988 ഫെബ്രുവരി 12 പ്രസിദ്ധീകരിച്ച ശബാബ് വാരികയിൽ അദ്ദേഹം എഴുതുന്നു, സാധാരണ മനുഷ്യർക്ക് മാതൃകയാകേണ്ട പ്രവാചകൻ സാധാരണ മനുഷ്യൻ തന്നെയായിരിക്കണം. സാധാരണ മനുഷ്യപ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് തന്നെ പറയാ, ലസ്തു കഅഹദിൻ മിൻകും, ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ആരെപ്പോലെയുമല്ല. ഇസ്ലാമിന്റെ ഏതാണ്ട് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂല് പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോ സൊഫിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ചില അച്ചടക്കരാഹിത്യങ്ങൾ കാണിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ എന്നെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കരുത്. മുന്നിലുള്ളത് മാത്രമേ ഞാൻ കാണൂ എന്ന് വിചാരിക്കരുത്, പിന്നിലുള്ളതും ഞാൻ കാണുന്നുണ്ട്. മുന്നിലുള്ളത് എപ്രകാരം കാണുന്നുവോ അതുപോലെ ഞാൻ പിന്നിലുള്ളതും കാണുന്നു എന്ന്
മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ആരെപ്പോലെയുമല്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് ഖണ്ഡിതമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സമാനമായ ധാരാളം ഹദീസുകളും അതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ വിശദീകരണങ്ങളും സഹോദരങ്ങളെ നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. എന്നാൽ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഉസ്മാൻ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന് സാധാരണ കേൾവിയും സാധാരണ കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ അർത്ഥം എന്താ? സാധാരണ കാഴ്ച കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ പറ്റില്ല. നമ്മുടെ പള്ളിയിലും നമ്മുടെ ജമാഅത്തിലും നമ്മുടെ മജ്ലിസിലുമൊക്കെ ധാരാളം മലക്കുകൾ ഉണ്ടാകും എന്ന് അള്ളാഹുവിന്റെ റസൂല് വിവിധ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ജുമുഅയെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് രാവിലെ മുതൽക്ക് പള്ളിയിൽ വരുന്ന ആളുകൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മലക്കുകൾ പള്ളിന്റെ ഗേറ്റിന്റെ ഭാഗത്ത് നിൽക്കുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജുമുഅത്ത് പള്ളിയുടെ ഗേറ്റിന്റെ ഭാഗത്ത് മലക്കുകൾ ഇങ്ങനെ കാത്തിരിക്കുക. എന്തിന്? ഓരോരുത്തരും വരുമ്പോ ക്രമപ്രകാരം രേഖപ്പെടുത്താൻ വേണ്ടി. ഏറ്റവും നേരത്തെ വരുന്ന ആളുകൾക്ക് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം, താമസിക്കും തോറും പശുവായി ആടായി കോഴിയായി അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും. ആ ഹദീസിൽ റസൂലുള്ള പറയുന്നു, ഖതീബ് മിമ്പറിൽ കയറിയാൽ ഈ റെക്കോർഡുകളൊക്കെ മടക്കി വെച്ച് മലക്കുകൾ ഖുത്ബ കേൾക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറും. പിന്നെ വരുന്ന ആളുകൾക്ക് ആ പ്രത്യേക പദവി ലഭിക്കുകയില്ല. മലക്കുകളുടെ രേഖയിൽ ഉൾപ്പെടുക എന്ന പദവി അവർക്ക് ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് കുറെ കാലമായല്ലോ നമ്മളൊക്കെ ജുമാക്ക് പോകാൻ തുടങ്ങിയിട്ട്. ഏതെങ്കിലും പള്ളിയുടെ ഗേറ്റിന്റെ ഭാഗത്ത് മലക്കുകൾ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടോ? ജുമാക്ക് പള്ളിയിൽ കയറുമ്പോൾ അവിടെ സൊഫുകളിൽ മലക്കുകൾ നിൽക്കുന്നതോ ഇരിക്കുന്നതോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം ഇല്ലാന്നാ? അല്ലല്ലോ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ല, ഉണ്ടല്ലോ. പിന്നെ എവിടെ പോയി മലക്കുകൾ? മലക്കുകളെ നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. സാധാരണ കേൾവി കൊണ്ട് അവരുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല. എന്നാൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. യഥാർത്ഥ രൂപത്തിലും കണ്ടിട്ടുണ്ട്, അല്ലാത്ത രൂപത്തിലും കണ്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമുമായി അള്ളാഹുവിന്റെ റസൂല് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, സാധാരണ കേൾവിയും സാധാരണ കാഴ്ചയുമാണ് അള്ളാഹുവിന്റെ റസൂലിന് ഉള്ളതെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ ആയത്തുമായി അല്ലെങ്കിൽ ആദ്യത്തെ വഹിയുമായി അവിടെ ജബലുന്നൂറിൽ ഹിറാ ഗുഹയിൽ റസൂലുള്ള ധ്യാന നിരതനായി ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇഖ്റ എന്ന് പറയുമ്പോ എന്താ സംഭവിക്കുക? സാധാരണ കേൾവിയാണെങ്കിൽ ആ ശബ്ദം റസൂലുള്ളാഹിക്ക് കേൾക്കാൻ കഴിയൂല. സാധാരണ കാഴ്ചയാണെങ്കിൽ ജിബ്രീലിനെ കാണാനോ ജിബ്രീലിന്റെ സാന്നിധ്യം മനസ്സിലാക്കാനോ അള്ളാഹുവിന്റെ റസൂലിന് പറ്റുകയില്ല. അങ്ങനെയാകുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇഖ്റ റസൂലുള്ള കേട്ടിട്ടില്ല, ജിബ്രീലിനെ റസൂലുള്ള കണ്ടിട്ടില്ല, ജിബ്രീലിനെ റസൂലുള്ള കേട്ടിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധ ഖുർആൻ നമുക്ക് ലഭിച്ചിട്ടില്ല, തൗഹീദ് നമുക്ക് ലഭിച്ചിട്ടില്ല, ഇസ്ലാം നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ പരുവത്തിലുള്ള അപകടകരമായ വിശ്വാസത്തിലേക്ക് അള്ളാഹുവിന്റെ അസ്തിത്വവും ഇസ്ലാമിന്റെ അസ്തിത്വവും പരിശുദ്ധ ഖുർആനിന്റെ സാന്നിധ്യം പോലും നിഷേധിക്കുന്ന വളരെ കടുത്ത വാദം കേരളത്തിലെ മുജാഹിദുകൾ ഇസ്ലാമിന്റെ പേരിൽ സഹോദരങ്ങളെ ഇവിടെ എഴുതി പ്രചരിപ്പിച്ചു. മുഹമ്മദ് നബിക്ക് സാധാരണ കേൾവിയും സാധാരണ കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ കേൾവിയുള്ള സാധാരണ കാഴ്ചയുള്ള ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി എങ്കിൽ സഹോദരങ്ങളെ, ഒരു യുക്തിവാദിയുടെ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. ഒരു യുക്തിവാദി, നിരീശ്വരവാദി, ഈ ലോകത്തിനൊരു അല്ലാഹു ഇല്ല എന്ന് വാദിക്കുന്ന യുക്തിവാദി ഒരു മുസ്ലിം ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, മോനെ പേരെന്താ? പേര് മുഹമ്മദാണ്. ശരി, മുസ്ലിമാണല്ലേ? അതെ, ഞാൻ മുസ്ലിമാണ്. നീ വിശ്വസിക്കുന്ന ഇസ്ലാം, നീ വിശ്വസിക്കുന്ന ഖുർആൻ, നീ വിശ്വസിക്കുന്ന ശരീഅത്ത് നിയമങ്ങൾ, അതൊക്കെ എവിടുന്ന് വന്നതാ? എവിടുന്നാ കിട്ടിയത്? സ്വാഭാവികമായും ഏതൊരു ചെറുപ്പക്കാരനും മറുപടി പറയും, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആശയങ്ങളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മുഹമ്മദ് നബിക്ക് ഇത് എവിടുന്ന് കിട്ടി? അത് മുഹമ്മദ് നബിക്ക് അള്ളാഹുവിൽ നിന്ന്
ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന കിട്ടിയതാണ്. ശരി, എങ്കിൽ ആ മുഹമ്മദ് നബിയെ സംബന്ധിച്ച് നിന്റെ വിശ്വാസം എന്താ? മുഹമ്മദ് നബിയെ സംബന്ധിച്ച് നിന്റെ വിശ്വാസം എന്താണ്? ISM-കാരനാണെങ്കിൽ മറുപടി പറയും, മുഹമ്മദ് നബി എന്താ, ആമിനയുടെ മകൻ, അബ്ദുള്ളയുടെ മകൻ, സാധാരണ കേൾവി, സാധാരണ കാഴ്ച, സാധാരണ മനുഷ്യൻ. ശരി, ആ സാധാരണ മനുഷ്യന് ജിബ്രീൽ കൊടുത്തതാണോ ഇസ്ലാം? അതെ. എന്നാൽ എനിക്ക് ജിബ്രീലുമായി ഒന്ന് ബന്ധപ്പെടാൻ എന്താണ് ഒരു മാർഗം? ജിബ്രീലുമായിട്ടൊരു ഇന്റർവ്യൂ നടത്താൻ താല്പര്യമുണ്ട്. യുക്തിവാദി പറയാ, ജിബ്രീലുമായിട്ടൊരു അഭിമുഖം നടത്താൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ മുസ്ലിമിന്റെ മറുപടി എന്താ? ജിബ്രീലുമായിട്ട് അഭിമുഖം നടത്താൻ നമുക്ക് പറ്റില്ല. അതെന്തേ? ജിബ്രീലിനെ കാണാൻ പറ്റില്ല. അതെന്താ? ജിബ്രീലിനെ കേൾക്കാൻ പറ്റില്ല. അതെന്താണ്? അത് മലക്കാണ്. മലക്കെന്തേ? പ്രകാശത്താൽ പടക്കപ്പെട്ടതാണ്. നമ്മിൽ നിന്ന് വ്യത്യസ്തമായ ലോകത്ത് ജീവിക്കുന്ന, ആലമുൽ അംറിൽ ജീവിക്കുന്ന സവിശേഷമായ ശക്തിയാണ്. അതുകൊണ്ട് നമുക്ക് കാണാനോ അല്ലെങ്കിൽ കേൾക്കാനോ പറ്റില്ല. ശരി, എന്നാ പിന്നെ ഈ മുഹമ്മദ് നബി എങ്ങനെ ജിബ്രീലായിട്ട് ബന്ധപ്പെട്ടത്? മുഹമ്മദ് നബിയെ സംബന്ധിച്ച് നീ വിശ്വസിക്കുന്നു, സാധാരണ കേൾവിയും സാധാരണ കാഴ്ചയുമുള്ള ഒരു സാധാരണ മനുഷ്യനാണ് മുഹമ്മദ് നബി. ആരെപ്പോലെ? ഇതാ യുക്തിവാദിയായ എന്നെ പോലെ. എനിക്ക് സാധാരണ കേൾവിയുണ്ട്, സാധാരണ കാഴ്ചയുണ്ട്, സാധാരണ ശക്തിയും കഴിവുമുണ്ട്. അങ്ങനെ തന്നെയാണ് മുഹമ്മദ് നബിയുമെങ്കിൽ ആ സാധാരണക്കാരനായ മുഹമ്മദ് നബി ജിബ്രീലുമായി ബന്ധപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് സാധാരണക്കാരനും യുക്തിവാദിയുമായ എനിക്ക് ജിബ്രീലുമായി ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്ന് ഒരു ISM-കാരനോട് അല്ലെങ്കിൽ ഒരു MSM-കാരനോട് ഒരു യുക്തിവാദി ചോദിച്ചാൽ എന്താ സുഹൃത്തുക്കളെ മറുപടി? ആ യുക്തിവാദിക്ക് മുമ്പിൽ മുട്ടുവിറച്ച് മുട്ടുമടക്കി പഞ്ചപുച്ഛമടക്കി അല്ലാഹു ഇല്ല, ഇസ്ലാമില്ല, ഖുർആനില്ല എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് പരാജയം സമ്മതിച്ച് ഇറങ്ങിപ്പോരേണ്ട ഗതികേട് ഒരു യുക്തിവാദിക്കുണ്ടാവും. അതേസമയത്ത് SSF-കാരനാണെങ്കിലോ SYS-കാരനാണെങ്കിലോ യാതൊരു പ്രശ്നവുമില്ല. യുക്തിവാദിക്ക് മുമ്പിൽ നെഞ്ച് നിവർത്തി നിന്നുകൊണ്ട് മറുപടി പറയാൻ സാധിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ കൊണ്ടുവരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പ്രത്യേക സൃഷ്ടി വിഭാഗത്തിൽപ്പെട്ട മലക്കാണ്. ആ മലക്കിനെ കാണാനുള്ള സിദ്ധിവിശേഷങ്ങൾ ഞങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പടച്ച റബ്ബ് കൊടുത്തിട്ടുണ്ട്. ആ സിദ്ധിവിശേഷങ്ങളുടെ, ആ കഴിവുകളുടെ, ആ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ജിബ്രീലിനെ കാണുന്നു. ജിബ്രീലിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഇതാണ് കേരളത്തിലെ നദ്വത്തുൽ മുജാഹിദീൻ അല്ലെങ്കിൽ വഹാബിസം അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന് സാധാരണ കേൾവിയും സാധാരണ കാഴ്ചയും മാത്രമുള്ള സാധാരണ മനുഷ്യരായിരുന്നു മുഹമ്മദ് നബി എന്നാണ് വഹാബിസത്തിന്റെ വിശ്വാസം. ഇനി മറ്റൊരു വിശ്വാസം കേരളത്തിലെ വഹാബികൾ അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ. ഇതാരാ പറഞ്ഞത്? ഇത് പറയുന്നത് കെ ഉമർ മൗലവി, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന വഹാബി പണ്ഡിത പൗരോഹിത്യ സഭയുടെ പ്രസിഡന്റായിരുന്ന വെളിയങ്കോട് ഉമർ മൗലവി പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയ വ്യക്തിയായിരുന്നു. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ സൽസബീൽ മാസിക 1971 ആഗസ്റ്റ് ലക്കത്തിൽ അദ്ദേഹം പറയുന്നത്, പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവം സ്വയം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുന്നവരായിരുന്നു. അത് അവരുടെ ഒരു പ്രധാന ഇബാദത്തുമായിരുന്നു. എന്ത്? അള്ളാഹ്ക്ക് ഇങ്ങനെ കീഴ്പ്പെടുന്നതിൽ വീഴ്ച വരുത്തുക, എന്നിട്ട് മാപ്പിരക്കുക. ഇതായിരുന്നു റസൂലുള്ളാഹിന്റെ ഒരു പ്രധാന ഇബാദത്ത്. തെറ്റ് ചെയ്യുക, ദോഷം ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹ് പറയാ, ദോഷം ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹ് പറയാ, കളവ് പറയാ, അസ്തഗ്ഫിറുല്ലാഹ് പറയാ, കള്ളു കുടിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് പറയാ, വ്യഭിചരിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് പറയാ. ഇങ്ങനെ അള്ളാഹ്ക്ക് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയ വ്യക്തിയായിരുന്നു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ഒരു മുസ്ലിമിന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത രൂപത്തിൽ, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ വളരെ കടുത്ത വൃത്തിഹീനമായ വിശ്വാസം സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പറഞ്ഞവരും അത് വെച്ച് പുലർത്തുന്നവരുമാണ് കേരളത്തിലെ വഹാബിസം എന്ന കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്.
ഈ വാദം അനുസരിച്ച് എന്താ നടക്കുക? അള്ളാഹുവിന്റെ റസൂല് വളരെ വീഴ്ച വരുത്തുന്ന ആളാ, വളരെ ദോഷങ്ങൾ ചെയ്യുന്ന ആളാ. സഹോദരങ്ങളെ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അഫ്ആലുഹു വ അഖ്വാലുഹു വ തഖ്രീറാത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഫത്ഹുൽ ബാരിയിലും അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് നിർവചനം കൊടുത്തത് എന്താ? അഫ്ആലുഹു വ അഖ്വാലുഹു വ തഖ്രീറാത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രസ്താവനകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവൃത്തികൾ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മൗനാനുവാദങ്ങൾ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചൊരു കാര്യം ഒരാൾ ചെയ്യുന്നു, റസൂലുള്ള ഒന്നും പറയുന്നില്ല എങ്കിൽ അത് സുന്നത്താണ്. കാരണം റസൂലുള്ള അംഗീകരിച്ചിരിക്കുന്നു. തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ റസൂലുള്ള തീർച്ചയായും തിരുത്തും. തിരുത്താതെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അത് അംഗീകരിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് അതും സുന്നത്താണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ മൗനാനുവാദം സുന്നത്താണ്, റസൂലുള്ളാഹിന്റെ പ്രവൃത്തി സുന്നത്താണ്, റസൂലുള്ളാഹിന്റെ വാക്ക് സുന്നത്താണ്. സഹോദരങ്ങളെ, ഇങ്ങനെയാണെങ്കിൽ ആ വാക്കിലും ആ പ്രവൃത്തിയിലും മൗനാനുവാദത്തിലുമെല്ലാം റസൂലുള്ള വളരെ വീഴ്ച വരുത്തുന്ന ആളാണെങ്കിൽ എന്ത് സംഭവിക്കും? റസൂലുള്ള ഒരു കളവ് പറഞ്ഞു എന്നിരിക്കട്ടെ, എന്നാ എന്താ സംഭവിക്കുക? റസൂലുള്ളാഹിന്റെ വാക്ക് സുന്നത്താണ്, ആ കളവും നമ്മൾ സുന്നത്തായി ആചരിക്കും. ഒരു തെറ്റ് റസൂലുള്ള ചെയ്തു എന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? ലോകത്ത് അന്ത്യദിനം വരെ ജീവിക്കുന്ന മനുഷ്യര് ആ പ്രവൃത്തി സുന്നത്തായി ആചരിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് എന്ന് മാത്രമല്ല, പ്രവാചകന്മാർക്കാർക്കും ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. കാരണം എന്ത്? അവര് തെറ്റ് ചെയ്താൽ ആ തെറ്റ് സുന്നത്തായി മനസ്സിലാക്കപ്പെടുകയും ആ സുന്നത്ത് ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾ ആചരിക്കുകയും അങ്ങനെ ഒരു പിഴച്ച പ്രവൃത്തി അല്ലെങ്കിൽ ഒരു പിഴച്ച കാര്യം അത് സുന്നത്തായി പുണ്യകർമ്മമായി ആചരിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടാകും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പണ്ഡിതന്മാർ, സ്വഹാബത്ത്, അള്ളാഹുവിന്റെ റസൂല്, അതുപോലുള്ള പ്രവാചകന്മാർ മൊത്തവും അവർ മഅസൂമുകളാകണം, പാപസുരക്ഷിതരായിരിക്കണം എന്ന് പറയാൻ കാരണം. എന്നാൽ കേരളത്തിൽ വഹാബിസം അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് റസൂലുള്ള സാധാരണക്കാരനായിരുന്നു, സാധാരണ കേൾവിയും സാധാരണ കാഴ്ചയുമുള്ള, അള്ളാഹുവിനെ കീഴ്പ്പെടുന്ന വിഷയത്തിൽ ധാരാളമായി വീഴ്ച വരുത്തിയ വ്യക്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നാണ് വഹാബിസം വിശ്വസിക്കുന്നത്. എന്താ ഈ വിശ്വാസത്തിൽ എത്തിച്ചേരാൻ കാരണം? സ്വഹാബത്തിനെ തള്ളിയപ്പോ റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ആർക്കും പറ്റും. റൂട്ട് പേച്ച ആർക്കും തെറ്റും. റൂട്ട് ഏതാണ്? സ്വഹാബത്തിലൂടെ റസൂലുള്ള, റസൂലുള്ളയിലൂടെ അള്ളാഹു. ഇതാ റൂട്ട്. ഇവിടെ മക്കയിലെ അറേബ്യൻ മുശ്രിക്കുകളും അറേബ്യൻ മുനാഫിക്കുകളും ആദ്യം സ്വഹാബത്തിനെ തള്ളി, റസൂലുള്ളാഹിനെ തള്ളേണ്ടി വന്നു. ശരിയായ അള്ളാഹുവിനെ വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്നതുപോലെ നമ്മുടെ കേരളത്തിലെ വഹാബികൾ ആദ്യം സ്വഹാബത്തിനെ തള്ളി, അവരെ തള്ളിയതോടെ അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ വിഷയത്തിന്റെ ഭാഗമല്ലെങ്കിൽ പോലും ജമാഅത്തെ ഇസ്ലാമി അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് എന്താ വിശ്വസിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം 1987 ജനുവരിയിലക്കം അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശരീരം ജീർണിച്ച് നശിച്ചു പോകുമെന്ന് പറയുന്നു. വൃത്തികെട്ട വിശ്വാസം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾ വെള്ളിയാഴ്ച രാവിൽ, അതായത് വ്യാഴാഴ്ച അസ്തമിച്ച രാവിൽ നിങ്ങൾ എന്റെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലണം, എല്ലാ സമയത്തും ചൊല്ലണം. ഈ ദിവസം പ്രത്യേകം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ഒരു സംശയം ചോദിച്ചു, നബിയെ, എങ്ങനെയാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പതിനായിരക്കണക്കായ ലക്ഷക്കണക്കായ മനുഷ്യന്മാര് വിവിധങ്ങളായ സമയങ്ങളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കായ സ്വലാത്ത് ഓരോ നിമിഷവും തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? വഖദ് അരിംത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് നുരുമ്പിപ്പോയിട്ടുണ്ടാവില്ലേ?
മണ്ണിൽ വെച്ചിട്ട് കൊല്ലങ്ങൾ പിന്നിടുമ്പോ, ഒരുപാട് വർഷങ്ങൾ പിന്നിടുമ്പോ, ദിവസങ്ങളും മാസങ്ങളും പിന്നിടുമ്പോ അങ്ങയുടെ ശരീരം മണ്ണിൽ ദ്രവിച്ച് നശിച്ചു പോയിട്ടുണ്ടാവില്ലേ? അങ്ങനെ മണ്ണിൽ നുരുമ്പുകയും മണ്ണിൽ ജീർണിച്ചു പോവുകയും മണ്ണിൽ നശിച്ചു പോവുകയും ചെയ്ത പ്രവാചകരെ, അങ്ങ് എങ്ങനെയാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്ത് കേൾക്കുക എന്ന് മഹാന്മാരായ സ്വഹാബത്ത് സംശയം പ്രകടിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് മറുപടി പറഞ്ഞു, സ്വഹാബത്തെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാഇ, അംബിയാക്കന്മാരുടെ ശരീരങ്ങള് പടച്ചവൻ ഭൂമിക്ക് ഹറാമാക്കി വെച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ഹറമ അലൽ അർളി, ഭൂമിക്ക് നിഷിദ്ധമാക്കി, ഭൂമിക്ക് പടച്ചവൻ ഹറാമാക്കി. അജ്സാദൽ അംബിയാഇ, പ്രവാചകന്മാരുടെ ശരീരങ്ങൾ സ്ഫുടം ചെയ്യപ്പെട്ട ശരീരങ്ങളാണ്. അതൊരിക്കലും ഭൂമി ഭക്ഷിക്കുകയില്ല, ഭൂമിയിൽ അത് ദ്രവിച്ചു പോവുകയില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുത്ത ഹദീസ് ഇമാം അബൂദാവൂദ് ഉൾപ്പെടെ 6 പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ ഹദീസിനെ അവഗണിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പറയുന്നു, പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ ആ ജഡങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രവാചകന്മാരുടെ മൃതശരീരം വെളിയിലിരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ മരിച്ചാല് കുറച്ച് മണിക്കൂറുകൾ വെച്ചാല് അത് ജീർണിക്കും. ജീർണിക്കുമ്പോ ദുർഗന്ധമുണ്ടാകും. ആ ദുർഗന്ധം ഉണ്ടായാൽ പരിസരത്ത് ജീവിക്കുന്ന ആളുകൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പരിസരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഈ മയ്യത്ത് ദ്രവിക്കുന്നതിനും ജീർണിക്കുന്നതിനും സൗകര്യം ചെയ്യാനാണ് മറമാടുന്നത്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാടേണ്ട ആവശ്യമെന്താണ്? പുറത്ത് തന്നെ സൂക്ഷിച്ചാൽ പോരെ? ജമാഅത്തെ ഇസ്ലാമി ചോദിക്കുന്നു, അള്ളാന്റെ റസൂലിന്റെ ശരീരം മദീനത്തെങ്ങാനും കുറച്ച് ദിവസങ്ങൾ വെച്ചിരുന്നെങ്കിൽ അതിന് ദുർഗന്ധമുണ്ടാകും, അത് ജീർണിക്കും. അങ്ങനെ മദീനത്തുള്ള സ്വഹാബിമാർക്കൊന്നും ജീവിക്കാൻ പറ്റൂല. അങ്ങനെ ദുർഗന്ധമില്ലാത്ത രൂപത്തിൽ ജീർണിക്കുന്നതിന് സൗകര്യം ചെയ്യാനാണ് മുഹമ്മദ് നബിയുടെ ശരീരം ഖബറടക്കിയത്. ശരീരം ജീർണിക്കുകയില്ലെങ്കിൽ പിന്നെ അത് മറമാടേണ്ട കാര്യം എന്താണ്? പുറത്തു തന്നെ വെച്ചാൽ പോരെ? ജമാഅത്തെ ഇസ്ലാമി ചോദിക്കുന്നു. നഊദു ബില്ലാഹ്. സഹോദരങ്ങളെ, ഈ വിവരം കെട്ട വർഗവും അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലാണ് ജീവിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ഇവരും പറയുന്നത് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ജമാഅത്തെ ഇസ്ലാമിക്ക് അള്ളാന്റെ റസൂലിന്റെ ശരീരം ചീഞ്ഞ് ദ്രവിച്ച് നശിച്ചു പോയത് കൊണ്ട് എന്ത് കിട്ടാനാ? അള്ളാന്റെ റസൂലിന്റെ ശരീരം ജീർണിക്കുമെന്ന് പ്രബോധനത്തിൽ 2 ലക്കം ലേഖനം എഴുതിക്കൊണ്ട് സമർത്ഥിച്ചു. അങ്ങനെ സമർത്ഥിച്ചത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താ കിട്ടാൻ? സോളിഡാരിറ്റിക്ക് വോട്ട് കിട്ടുവോ? ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് കിട്ടുവോ? മാധ്യമം പേപ്പറിന് 2 കോപ്പി കൂടുവോ? എന്താണ് സഹോദരങ്ങളെ ഇതുകൊണ്ട് നേട്ടം? ഏതൊരു പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന്റെ നേതാവിനെ ജനങ്ങൾക്ക് മുമ്പിൽ നല്ല രൂപത്തിൽ അവതരിപ്പിക്കാനല്ലേ സഹോദരങ്ങളെ ശ്രമിക്കുകയുള്ളൂ. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ജീർണിക്കുമെന്നും നശിക്കുമെന്നും ദ്രവിക്കുമെന്നും അതൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രവാചകനെ ഖബറടക്കിയത് എന്നും വളരെ പരിഹാസപൂർവം ചോദിക്കുന്നു. എന്നാൽ രസാവഹമായ മറ്റൊരു കാര്യമുണ്ട്. അതെന്താ? ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാവ് മൗദൂദി ഉണ്ടല്ലോ, മൗലാന മൗദൂദി, അയാളെ ഖബർ കാണാൻ പോയി ഒരിക്കൽ വെളിയങ്കോട് ഉമർ മൗലവി. അദ്ദേഹത്തിന്റെ സൽസബീൽ മാസികയിൽ ആ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. മൗദൂദിയുടെ ഖബറിങ്കൽ ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോ ഖബറിന്റെ ഒരു ഭാഗത്ത് ചന്ദനത്തിരി പുകപ്പിക്കുന്നു, ചന്ദനത്തിരി കത്തിച്ചു വെച്ചിരിക്കുന്നു. ആരുടെ? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മൗദൂദിയുടെ ഖബറിന്റെ സമീപം. അപ്പൊ അവിടെയുള്ള ആളോട് ഉമർ മൗലവി ചോദിച്ചു,
ഈ മൗദൂദിയുടെ ഖബറ് എന്താണ് വീട്ടിന്റെ പറമ്പിലാകാൻ കാരണം? അയാളെ വീട്ടിന്റെ പറമ്പിലാണ് ഇയാളെ മറമാടികൾ. സാധാരണ മുസ്ലിമീങ്ങൾ മരിച്ചാൽ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി പൊതുശ്മശാനത്തിലാണല്ലോ ഖബറടക്കാറുള്ളത്. പക്ഷെ മൗദൂദിയുടെ ഖബറ് വീട്ടിലാ. അപ്പൊ അവിടെയുള്ള പരിചാരകൻ, മക്കാമിലുള്ള പരിചാരകൻ ഉണ്ടല്ലോ മൗദൂദിന്റെ, ആ പരിചാരകൻ പറഞ്ഞു, ഇത് സന്ദർശകരോട് ആരോടും സാധാരണ പറയാറില്ല. ഇതൊക്കെ ഉമർ മൗലവി എഴുതിയതാ. സാധാരണ പറയാറില്ല. പക്ഷെ നിങ്ങൾ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വന്ന ഒരു പണ്ഡിതൻ എന്ന നിലക്ക് നിങ്ങളോട് ആ കാര്യം പറയാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തോട് നടത്തിയ വിശദീകരണം ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സൽസബീലിൽ എഴുതിയിട്ടുണ്ട്. പത്രം എന്റെ കയ്യിലുണ്ട്.